ഒരു നസ്യം ഇത് ഒരു ദിവസത്തേതാണോ? ഇല്ല, നസ്യം ഒരിക്കലും ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല. ഒരാൾക്ക് എത്രമാത്രം കഫക്കെട്ടുണ്ടോ അത് തീരുന്നത് വരെയാണ്. അത് നമുക്ക് പേഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എത്ര ദിവസം നമുക്ക് നേരത്തെ പറയാൻ പറ്റുന്നില്ല. ചിലർക്ക് 7 ദിവസം ചെയ്യേണ്ടതുണ്ടായിരിക്കും, ചിലർക്ക് 3 ദിവസം കൊണ്ട് ഭേദമായി പോകുന്നവരുണ്ട്. അത് അവരുടെ കഫക്കെട്ടിനെ ആ പേഷ്യന്റിനെ ആശ്രയിച്ചിരിക്കും. ഈ സമയത്തുള്ള ഭക്ഷണ ക്രമീകരണമൊക്കെ മാഡം പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും. കാലത്താണോ അതോ വൈകുന്നേരം എപ്പോഴാണ്? അത് 3 സമയം ചെയ്യാവുന്നതുണ്ട്. ഓരോരുത്തർക്കും അതിൻ്റെതായ സമയത്ത് വേണം ചെയ്യാനായിട്ട്. നസ്യത്തിന് ശേഷം വേറെ ചെയ്യണമെന്നില്ല. ഓരോ പേഷ്യന്റിനും ഡിപ്പെൻഡ്. സൈനസ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് നസ്യം ചെയ്തേ പറ്റൂ. അത് എല്ലാവർക്കും ചെയ്യണമെന്നില്ല. കഫക്കെട്ടുള്ള രോഗികൾക്ക് നസ്യം ചെയ്താൽ മതി, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ഇപ്പൊ ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ഏകദേശം ഒരു നല്ലൊരു ആളാണെങ്കിൽ എത്ര ദിവസത്തെ കോഴ്സ് ആയിരിക്കും? നോർമൽ ആണെങ്കിൽ 7 ദിവസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ സ്വാഭാവിക ആയുർവേദ ചികിത്സ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സമയങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ സമയം എപ്പോഴായിരിക്കും? സമയം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് കൂടുതൽ. അതുപോലെ തന്നെ കാലാവസ്ഥ ചൂടുകാലം നമ്മൾ വർജിക്കപ്പെട്ട സമയമാണ്. ചൂടുകാലത്ത് നമുക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ മഴക്കാലം, കർക്കിടകമാണ് പണ്ട് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ മാറിയത് കൊണ്ട് കർക്കിടക മാസം ഒന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ വരുന്ന പേഷ്യൻ്റ് ജോലിക്കാരാണെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ചൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ വിദേശികളെ സംബന്ധിച്ചിടത്തോളം അവരോട് വരുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് പിന്നെ കഴിയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ സമയങ്ങളാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഫുഡിന്റെ ക്രമീകരണം എന്ന് പറഞ്ഞു ഏതൊക്കെ ഒഴിവാക്കാനാണ് മാഡം കൂടുതൽ അവരോട് പറയുന്നത്? അവരോട് എരിവ്, പുളി, പിന്നെ പച്ചവെള്ളം, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാൻ. ഇറച്ചി, മീൻ, മുട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ പറയുന്നു. പിന്നെ അവരുടെ ആ ശരീരഘടന അനുസരിച്ച് അവർക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. വാതരോഗികൾക്ക് ഇന്നപോലെ ചെയ്യണം, അവരുടെ ശരീരഘടന അനുസരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ സഹകരിക്കാറുണ്ടോ അവര് വന്ന് പറയാൻ നേരത്തെ? കാരണം അവരുടെ ഒരു ജീവിത രീതി തന്നെ വേറെയാണ് ഫോറിനേഴ്സിന്റെ. നമ്മുടെ ജീവിത രീതിയായിട്ട് വളരെയധികം വ്യത്യാസമാണ്. അവർക്ക് സഹകരിക്കാൻ എങ്ങനെയാ അവര് മേഡത്തോട് ട്രീറ്റ്മെന്റോട് ചെയ്യുന്നത്? എങ്ങനെയാണ് അവർക്ക് സഹകരിക്കാൻ താല്പര്യമുണ്ട്. ആയുർവേദത്തെ പറ്റി അവർ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വരുന്നത് തന്നെ. പിന്നെ എല്ലാവർക്കും ധാരണയുണ്ട് ഫോറിനേഴ്സ് എല്ലാം ഇറച്ചി കഴിക്കും, മീൻ കഴിക്കും, ഡ്രിങ്ക്സ് കഴിക്കും എന്നൊക്കെയാണ്. പക്ഷെ അത് വെറും തെറ്റിദ്ധാരണ. ഇപ്പം കൂടുതൽ ആൾക്കാരും നോൺ വെജിറ്റേറിയൻ എന്നല്ല, വെജിറ്റേറിയനാണ്, പ്യുവർ വെജിറ്റേറിയനാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെജിറ്റേറിയനാണ് അവർ. മദ്യപിക്കുന്നവർ കുറവാണ്. അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അത് മനസ്സിലാക്കും. അവർ നമ്മുടെ നാട്ടുകാരെക്കാട്ടിലും കൂടുതലായിട്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പുറത്തുള്ള ആൾക്കാർ. എനിക്ക് തോന്നുന്നത് മലയാളികളൊക്കെ അല്ലെങ്കിൽ ഇന്ത്യനെക്കാട്ടിയും കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സൗകര്യം അവരെയാണെന്ന് തോന്നുന്നു. കാരണം അവരാണ് ജീവിത രീതി ശരിക്കും പഴയ ഇന്ത്യക്കാരെ പോലെയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പം വിദേശികൾ വന്ന് കഥകളി പഠിക്കുന്നു, ഭരതനാട്യം പഠിക്കുന്നു, എല്ലാം അവർ നമ്മുടെ നാട്ടുകാരെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുറം നാട്ടുകാരാണ്. നമ്മുടെ നാട്ടുകാർക്ക് ഓഫീസ് ജോലി ആയിരിക്കണം, വൈറ്റ് കോളർ ജോലി കിട്ടണം എന്നൊക്കെയുള്ളതല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷ് മരുന്നിനോടാണ് നമ്മുടെ നാട്ടുകാർ പുറകെ ഓടുന്നത്. നമ്മുടെ ആയുർവേദത്തെ പറ്റി നമ്മുടെ ആൾക്കാർക്കുള്ളതിനേക്കാളും കൂടുതൽ ബോധം പുറത്തുള്ള ആൾക്കാർക്കാണ്. ഈ മർമ്മ ചികിത്സ വല്ലതും ചെയ്യുന്നുണ്ട്? പഴയത് പഠിച്ചതുപോലെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഏതൊക്കെ രോഗത്തോട് രോഗം പറഞ്ഞാൽ വീണ് ചതവ് പറ്റുക, ഒടിവ്, മുറിവ്, അതിനാണ് ഞങ്ങൾ കൂടുതലും താല്പര്യപ്പെടുന്നത്. അപ്പം എനിക്ക് സത്യത്തിൽ ഈ ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരാറില്ല. ആയുർവേദത്തോട് താല്പര്യമില്ല. എവിടെയെങ്കിലും വീണ് ഒടിഞ്ഞു, പൊട്ടലുണ്ടായി അല്ലേ എന്ന് പറഞ്ഞാൽ അന്നേരം ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അന്നേരം എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ടു. പക്ഷെ പ്ലാസ്റ്റർ ഇട്ട് അതിന്റെ ദൂഷ്യം എന്നാണെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. കുറച്ച് പേർക്ക് സക്സസ് ആകുന്നുണ്ട്. ഇപ്പം ഒടിഞ്ഞു കഴിഞ്ഞ് അത് കറക്റ്റായിട്ട് പ്ലാസ്റ്റർ ഇട്ടില്ലെങ്കിൽ അത് ഞങ്ങളുടെ അടുത്ത് വരും. അവർ ഞങ്ങളുടെ അടുത്താണ് കൂടുതൽ വരിക. അത് വീണ്ടും ഒടിച്ചിട്ട് വേണം അത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട്. ഇപ്പം ആയുർവേദ ഇതിനെപ്പറ്റി ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടുതലും അറിവില്ല എന്നുള്ളതാണ് സത്യം. അതിനോടൊപ്പം തന്നെ നമ്മൾ വന്നപ്പോൾ കണ്ട് ഫ്രണ്ടിൽ കുറെ മരുന്നുകൾ ഇരിപ്പുണ്ട്. ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന മരുന്നുകളുണ്ടോ? അത് ഏതിനു വേണ്ടിയാണ് മാഡത്തിന്റെ ഇതുകൊണ്ട് മരുന്നുണ്ടാക്കുന്നത്?
ഞാൻ ഫുൾ ബോഡി മസാജിന് മാത്രമായിട്ടാണ് ഞാനിപ്പം തൈലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മറ്റുള്ള തൈലങ്ങൾ ഉണ്ടാക്കണമെന്നാണ്, പക്ഷേ അതിനുള്ള സമയം കിട്ടാറില്ല. പിന്നെ എൻ്റെ അമ്മാവൻ്റെ മകൻ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, അത് കളക്ട് ചെയ്താൽ മാത്രമേ. പക്ഷെ ഞാനിവിടെ കൂടുതലും ബോധി ഫാർമസി, ഡാബർ, പരുത്തുവയലിൽ ഇങ്ങനെ ചില പ്രൊഡക്റ്റാണ് ഞാനിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരം തുടങ്ങിയതിന് മുമ്പ് മാഡം എവിടെയായിരുന്നു ശരിക്കും വർക്ക്? 2003 ഒരു കാര്യം മാഡം പറഞ്ഞിരുന്നു. 2003 മുമ്പ് ഞാൻ ഹോട്ടൽ ഫീൽഡായിരുന്നു. ശരിക്കും ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത മേയർ തന്നെയാണ് ശരിക്കും? മേയർ മേഴ്സി വില്യംസ് ആണ് ഇതിന്റെ. അതിനു മുമ്പ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് വേറെ വല്ല സ്ഥാപനത്തിൽ അതോ വേറെ വല്ല എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഹോട്ടൽ ആയുർവേദത്തിന് ഞാൻ പഠിക്കാൻ പോയി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഫോർട്ട് വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ കാരണം എല്ലാ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് വരുന്നുണ്ട്, എങ്ങനെയാണ് മാഡം നോക്കിക്കാണുന്നത്? കാരണം ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ് ഇത്. ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനം തന്നെയാണ്. ലൈസൻസ് എനിക്ക് കോർപ്പറേഷന്റെ ലൈസൻസ് മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഇവിടെ നല്ല എല്ലാവർക്കും വന്ന് പോകുന്നവർക്കെല്ലാം നല്ല സന്തോഷമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല, ആരും എന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടില്ല. പിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് വെള്ളമടിച്ചുള്ള ആൾക്കാർ. ഒരു മസാജിങ് സെന്റർ എന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ട്. ഇത് മസാജിങ് സെന്റർ അല്ല, ഇതൊരു വൈദ്യശാലയാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള പ്രധാന കാര്യം ഈ വൈദ്യശാല എന്നാണെന്ന്, മസാജിങ് സെന്റർ എന്നാണെന്ന് ആദ്യമായിട്ട് ആൾക്കാർ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ ഫോറിനേഴ്സ് വരുന്നു, പുറത്തുള്ള രോഗികൾ വരുന്നു, അവരിന്ന് അതിന് ശേഷം വല്ല ഫീഡ്ബാക്ക് കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ മാഡം അങ്ങോട്ട് വിളിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവർ വിളിക്കാറുണ്ടോ? എങ്ങനെയാണ് ഫീഡ്ബാക്ക്? തീർച്ചയായിട്ടും വന്ന് ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ നല്ല അഭിപ്രായമാണ് ആൾക്കാരോട് പറയുന്നത്. ആ ഒരു കോണ്ടാക്റ്റിൽ കിട്ടുന്ന പേഷ്യൻസിനാണ് എനിക്ക് ഇവിടെ കൂടുതൽ കിട്ടുന്നത്. അതായത് എനിക്കിതിൻ്റെ ഒരു പരസ്യമോ ഒന്നും ഉണ്ടായിരുന്നു, ഒന്നുമില്ല, ഒരു പരസ്യവും ഇല്ല. പിന്നെ വരുന്നത് ജസ്റ്റ് ബ്രോഷർ വാങ്ങിച്ചോണ്ട് പോകാറുണ്ട്, അത് വായിച്ചിട്ടൊക്കെ വരുന്നു. കൂടുതലും എനിക്ക് ആൾക്കാർ വരുന്നതും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയ ആൾക്കാർ പറഞ്ഞു അവർ തന്നെ വീണ്ടും പിറ്റേ വർഷം തിരിച്ച് ഇവിടെ തന്നെ വരും. അവർ പലരെയും ഡയറക്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് തന്നെയാണ്. ഫോറിനേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവം നഴ്സ് ഏതിനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം? അവർക്ക് കൂടുതൽ ഫുൾ ബോഡി മസാജാണ്. പിന്നെ പുറം വേദന, നടുവേദനയ്ക്ക് ഇവിടെ വസ്തി ചെയ്യുന്നുണ്ട്. പുറം വേദനയ്ക്ക് അതിൻ്റെതായ മെഡിക്കൽ മസാജ് കൊടുക്കുന്നുണ്ട്. പിന്നെ ശിരോധാര ചെയ്യുന്നുണ്ട്. ധാരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ വളരെ സന്തോഷമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഇവരൊക്കെ ഒരു ഏകദേശം കാരണം അവർ തിരക്കിട്ടാണ് വരുന്നത്, ടൂറിസത്തിന്റെ ഭാഗമായി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഏത് ടൈം ആയിരിക്കും അവർക്ക് മാഡം പ്രിഫർ ചെയ്യണം? എന്നാലും അവർ പറ്റില്ല ഉച്ചക്ക് മതി എന്ന് പറയുമെങ്കിലും മാഡം ഒരു ടൈം പറയുന്നത് കഴിയുന്നത് ഞാൻ ഉച്ച സമയത്ത് മസാജ് എടുക്കാറില്ല. അവരോട് ഞാൻ ബുക്കിംഗ് എടുത്തിട്ട് വൈകിട്ട് ഏറ്റവും ചൂട് കുറഞ്ഞിരിക്കുന്ന സമയം വരാനാണ് ഞാൻ അവരോട് പറയുന്നത്. ഒന്നുകിൽ രാവിലെ വെറും വൈകിട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരോട് 1 മണിക്കൂർ കഴിഞ്ഞ് ആ ഭക്ഷണം ദഹിക്കാനുള്ള സമയം ഒഴിവാക്കിയിട്ട് അത് കഴിഞ്ഞ് മസാജ് ചെയ്യാമെന്ന് പറയും. രാവിലെ വൈകിട്ട് ഈ 2 സമയമാണ്. ത്രിസന്ധ്യ നേരത്തും രാവിലെയാണ് ഏറ്റവും ബെറ്റർ. എല്ലാ സ്ഥലത്തും ഇപ്പോൾ മസാജ് സെന്ററിലെ പല സ്ഥലത്തും കേൾക്കുന്നുണ്ട് അപവാക്തമായ വാക്കുകൾ സ്റ്റീം ബാത്തിനെ പറ്റി. അവിടെ പലരും അറിയാൻ പാടില്ലാത്തവരാണ് ഇത് ചെയ്യുന്നത്. എന്താണ് അതുകൊണ്ടുള്ളത്, ഒന്ന് പറയാമോ? സ്റ്റീം ബാത്ത് ശരിക്കും ചെയ്താൽ കൊളസ്ട്രോളിന് കുറവുണ്ടാകും. പിന്നെ വണ്ണം കൂടുതലുള്ളൊരു സ്റ്റീം ബാത്ത് ഒരു പരിധിവരെ വണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പ്രത്യേകിച്ചും ചെയ്യുന്ന സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ പച്ചമരുന്നിൻ്റെ ഇലകൾ തന്നെ ഇട്ട് ചെയ്യുന്നതാണ്. പിന്നെ വിദേശികൾക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് യൂക്കാലി, പുൽത്തൈലം മുതലായവ ഇട്ടാണ് സ്റ്റീം ബാത്ത് കൊടുക്കുക. അതിൽ അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ ഇഷ്ടപ്പെട്ട് അവർ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇത് ഓൾറെഡി ഇവിടെ ഗസ്റ്റിൻ്റെ ബുക്ക് വെച്ചിട്ടുണ്ട്, അതിൽ തന്നെ അവർ എഴുതുന്ന പുൽത്തൈലത്തിൻ്റെ സ്റ്റീം ബാത്ത്,